എല്ലാവർക്കും കൽക്കി ഇമാം മഹദി വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറയുന്ന സത്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയുമ്പോൾ നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കാം. ഓക്കെ, ഭ്രാന്തനാക്കി എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, ഡോണ്ട് വറി. ഒരു സത്യം വിളിച്ചു പറയുമ്പോൾ എല്ലാവരും ഭ്രാന്തനായിട്ട് ചിത്രീകരിക്കാം, അത് സ്വാഭാവികമാണ്. ഒരു മഹത് വ്യക്തിയുണ്ട്, ശ്രീനാരായണ ഗുരു. പുള്ളിക്കാരൻ ഈഴവരായിട്ടുള്ള കുടുംബത്തിലാണ് ജനിച്ചത്, പാവപ്പെട്ട കുടുംബത്തിൽ. പുള്ളിക്കാരന് 40 വയസ്സിൽ എനിക്ക് കിട്ടിയ അതേപോലെ തന്നെ പുള്ളിക്കാരനും കിട്ടി 40 വയസ്സ് കഴിഞ്ഞപ്പോൾ. എന്താ സംഭവിച്ചത്? അങ്ങേര ഒരു പ്രാന്തനായിട്ട് ചിത്രീകരിച്ചു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ശ്രീനാരായണ ഗുരു ആയിട്ട് ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. നേരെ പുള്ളിക്കാരൻ എന്നെ കാണാൻ വേണ്ടി വരുമെന്ന് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ പുള്ളിക്കാരനായിട്ട് ഇത് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോലുമല്ല നമ്മളെ ജനങ്ങൾ ചെയ്യുന്നത്. എന്താണ് കാര്യം? എന്താണ് ഈ ഓണം എന്താണ്? ഓണത്തിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ശരിക്കും അറിയാതെ ആഘോഷിച്ചിട്ട് കാര്യമില്ല. ഓണത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ശരിക്കും സിമ്പിളായിട്ടുള്ള അർത്ഥമുള്ളൂ. എത്ര വലിയ കൊമ്പത്തിരിക്കുന്ന ആളാണെങ്കിലും ഒരു കുട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൊമ്പത്തിരിക്കുന്ന ആൾ ഭൂമിക്കടിയിലേക്കാവും. എന്ന് പറഞ്ഞാൽ എത്ര പൈസ കൊണ്ട് അഹങ്കരിച്ചാലും ഒരു ചെറിയ കുട്ടി വന്ന് ചവിട്ടി താത്തി. അതിനിവിടെ കേരളത്തിൽ എന്താ നടക്കണം? കള്ളുകൂടി സെലിബ്രേഷൻ, ഫുൾ സെലിബ്രേഷൻ. ഞാനും ഇതേപോലെ തന്നെ കള്ളും കുടിക്കുന്നുണ്ടായിരുന്നു. നല്ല നല്ലോണം കുടിക്കുമായിരുന്നു. ഞാനത് സത്യം പറഞ്ഞാൽ കള്ളിൻ്റെ എനിക്ക് ദുബായിൽ നിന്ന് ഒരു 7 കൺട്രിയിലേക്ക് ഫോറിൻ ലിക്കർ കയറ്റിവിടാനുള്ള ഓർഡർ ഉണ്ടായിരുന്നു. ഞാൻ ആ ഓർഡർ ക്യാൻസൽ ചെയ്തു. എനിക്ക് എന്താ കാരണം എന്ന് വെച്ചാൽ ചെകുത്താൻ്റെ മൂത്രമാണ് ഈ കള്ളെന്ന് പറഞ്ഞ സാധനം. ചെകുത്താൻ്റെ മൂത്രം എന്ന് പറഞ്ഞാൽ ഏത് ഗ്രന്ഥത്തിലെടുത്ത് നോക്കിയാലും അത് ചെകുത്താൻ്റെ മൂത്രം തന്നെയാണ്. ഈ ചെകുത്താൻ്റെ മൂത്രം കുടിക്കുന്നു, അത്രയാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു സത്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. എൻ്റെ ഉസ്താദ് APJ അബ്ദുൽ കലാമാണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഉസ്താദ് സാധാരണ മരണമല്ല. ഇന്നലെ ഉസ്താദും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ മരണമല്ല, ഉസ്താദിനെ സ്ലോ പോയ്സൺ കൊടുത്ത് കൊന്നതാണ്. APJ അബ്ദുൽ കലാമിനെ സ്ലോ പോയ്സൺ കൊടുത്തിട്ട് കൊന്നു. ഞാൻ ഈ സത്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് APJ അബ്ദുൽ കലാം മരിച്ചു, പക്ഷേ സത്യം അപ്പോഴും ഉണ്ട് ഇവിടെ ഭൂമിയിൽ. ഓക്കെ, പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം. ശ്രീനാരായണ ഗുരുവിനെ എതിർത്തതാരാണ്? ബ്രാഹ്മൺസ്. ഈ ബ്രാഹ്മൺസിന് ഉണ്ട് നമ്മളായിട്ടുള്ള ബന്ധമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണന്മാരാണ് ഈ മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം പഠിക്കുന്നത്. ഓക്കെ, സാധാരണ ഒരു വ്യക്തി ഇതൊന്നും പഠിക്കുന്നില്ല. അവരെ തൊഴിൽ തന്നെ എന്താണ്? പൂജയാണ്. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് ഇതുവരെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ജോലി പോവും. ഇവർക്ക് ജോലിയില്ല. പിന്നെ അതുകൊണ്ട് പടച്ചോൻ അവർക്ക് എന്താ സംഭവിപ്പിച്ചത്? എല്ലാ ബ്രാഹ്മണ ഹില്ലും നശിഞ്ഞ് നാരായണക്കല്ലെടുത്ത് അതേപോലെ ആയി. എന്താ കാരണം എന്ന് വെച്ചാൽ അവരെ പൂർവികർ നമ്മളോട് ചെയ്ത ചതി. എന്താണ്? സത്യം ഒളിപ്പിച്ചു വെച്ചു. ഹിന്ദുക്കൾക്ക് സത്യം അറിയരുത്. മുസ്ലിംസും ഹിന്ദുവും ക്രിസ്ത്യൻസും ഒന്നാണെന്ന് അറിയരുത്. ഈ സത്യം ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാഹ്മൺസ്. അവരെ ജോലി പോവും, അതാണ് സത്യം. അവർക്ക് വേറെ ജോലി അറിയില്ല.
അവരെന്ത് ചെയ്ത് പൂർവികർ എന്തു പറ്റി ഇതേപോലെ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ദേവന്മാരും കൃഷ്ണനായാലും ഒരു ദേവന്മാരും അവരാ പേരിൽ ആഘോഷിക്കാനോ ഒന്നും ഒരു ഗ്രന്ഥത്തിലും പറയുന്നില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? ഇതെല്ലാം പടച്ചോൻ്റെ ജോലിക്കാരാണ്. പടച്ചോൻ്റെ ജോലിക്കാർ നിങ്ങൾ ആരാധിച്ചിട്ട് കാര്യമില്ല. ഈ ഓണം എന്താണെന്ന് പോലും അറിയാതെ കള്ളുകുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ഓണം എന്താ കേരളത്തിൻ്റെ സ്കോറാണ്. കള്ളുകൂടി എത്ര ടോപ്പ് തൃശ്ശൂരാണോ അല്ല എറണാകുളമാണോ? അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ചാൽ എന്താ സംഭവിക്കണം? ഇപ്പോൾ കണ്ടുപിടിച്ചേക്കണം എന്താണ്? പിന്നെ മരിച്ചവർക്ക് പോലും അറിയില്ല അവരെങ്ങനെ മരിച്ചെന്ന്. ആത്മാക്കൾ കുറേ പേര് വരുന്നുണ്ട്. ആത്മാക്കൾ അവർക്കെല്ലാം അവരങ്ങനെയാണ് മരിച്ചത്, അവർക്കറിയില്ല. ഇതെല്ലാം എനിക്ക് കുറേ ചുമതലകളുണ്ട്. എനിക്ക് ഓരോ കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ മുസ്ലിമാണ്. ഓക്കെ, മുസ്ലിമായിട്ട് എന്തിനാണ് എൻ്റെ ദേഹത്ത് കേരളം ടു ഹിമാലയം വരെ എൻ്റെ ദേഹത്ത് എന്തിനാണ്? പിന്നെ അത് ഒരു ബോണസ് പടച്ചോൻ തന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു ബോണസ്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പറഞ്ഞാൽ 100% സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 100% സത്യമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ കവളത്ത് പാടുണ്ട്, അത് പാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, പല്ലിൻ്റെ ഇടവ് അതുണ്ട്, എനിക്ക് പല്ലിൻ്റെ ഇടവുണ്ട്. പിന്നെ എനിക്ക് സാധാരണ ഒരു ഇതില്ലാത്തത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, എനിക്ക് തൊണ്ടൻ്റെ അവിടെ അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം മാത്രമേ പറയുന്നുള്ളൂ, എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല. ഇപ്പം ഈ കാണുന്നവർ വിചാരിക്കും എനിക്കെന്താ പ്രാന്ത. ഇത് സത്യം പറഞ്ഞ് ഇപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞില്ലേ, സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ പുള്ളീനെ പ്രാന്തനാക്കി. അതേപോലെ തന്നെ സത്യം വിളിച്ച് പറഞ്ഞവരെല്ലാം പ്രാന്തന്മാരാക്കൊണ്ടിരിക്കുന്ന ഇതാണ്. അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പഠിപ്പും വിവരമൊന്നുമില്ല. ഓക്കെ, നിങ്ങളൊക്കെ പഠിപ്പും വിവരമുള്ളവരല്ലേ. ഞാനിവിടെ നിന്നിട്ട് അമേരിക്കൻ്റെ രഹസ്യം പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നാൽ ഞാനിവിടെ നിന്നിട്ട് ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും രഹസ്യങ്ങളും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്ന് പറയൂല, ആർക്കും പറയാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ശിവനും ഒന്നാണ്, ജബിലീൽ അലൈഹിസ്സലാം ഒന്നാണ്, ഗബ്രിയേലും ഒന്നാണ്. പിന്നെ ഞാനിപ്പം മെസ്സഞ്ചർ ഓഫാക്കിയിട്ടേക്കണം. എന്നെ രാജകുടുംബത്തിൽ നിന്നും ഗൾഫിലെ രാജകുടുംബത്തിൽ നിന്നും പല കൺട്രികളിൽ നിന്നും എല്ലാവരും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഇത് പണം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലല്ല. എനിക്ക് പണം നിങ്ങളാരും തരണ്ട. ഓക്കെ, പണം എനിക്ക് പടച്ചോൻ തന്നോളൂ. പണം എനിക്ക് എന്താ കാരണം, എനിക്ക് പടച്ചോൻ പണം തന്ന് അത് തിരിച്ചെടുത്ത് എന്തിനാണെന്ന് പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. 4 പ്രാവശ്യം 7 വയസ്സ് മുതൽ 4 പ്രാവശ്യം ചെകുത്താൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. പിന്നെ എനിക്ക് ചെറുപ്പം മുതൽ നിങ്ങൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. ഞാനെല്ലാം കണ്ണുകൊണ്ട് കാണുള്ളൂ. ഞാൻ പ്രേതത്തിനെ കാണും, എല്ലാവരെയും കാണും. എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും. കാണാനുള്ള കഴിവ് പടച്ചോൻ എനിക്ക് ജന്മനാ തന്നു. അത് എന്തിന് തന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു, ഇപ്പോഴാണ് എനിക്കറിയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം കണ്ണുകൊണ്ട് കണ്ട് നീ എല്ലാവർക്കും എത്തിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഭൂലോകത്ത് എന്തോരം ആത്മാക്കളാണെന്നറിയോ നിങ്ങൾക്ക്? ഒരുപാട് ആത്മാക്കളുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ളവർ എന്ന് പറഞ്ഞാൽ ഒന്ന് വരുന്നത് ഈസാ നബി, ഈസ എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം നിങ്ങൾക്ക്. അവർ സ്വർഗത്തിലാണ്, ശ്രീനാരായണ ഒരു സ്വർഗത്തിലാണ്. അങ്ങനെ എല്ലാ പൂർവികരും മുസ്ലിം സംബന്ധമായാലും ക്രിസ്ത്യൻ സംബന്ധമായാലും ഹിന്ദു സംബന്ധമായവരും എല്ലാവരും സ്വർഗത്തിൽ സുഖമായിട്ടിരിക്കണം. അത് ആ സ്വർഗത്തിൽ സുഖമായിട്ടിരിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ അവരെ തമ്മിത്തല്ലാണ്, മൊത്തം തമ്മിത്തല്ല്.
ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ